എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കുന്നംകുളത്തിനടുത്ത് ഇയാൽ സ്ഥിതി ചെയ്യുന്ന വെട്ടുകൽ ഗുഹയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയുള്ള ആദൂർ പാടത്താണ്. കുന്നംകുളത്ത് ഈ ആദൂർ എന്ന ഈ ഗ്രാമത്തിലെ സുന്ദരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കേച്ചേരിയിൽ നിന്ന് നമ്മൾ അക്കിക്കാവിൽ പോകുന്ന റോഡ് ഇയാൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകൽ ഗുഹ കഴിഞ്ഞാൽ അല്പം കൂടി നമ്മൾ മുന്നോട്ട് പോയി കാണുന്ന ഒരു പാടശേഖരമാണ് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. പാടത്ത് നിറച്ച് കൊക്കുകൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുള്ള കാഴ്ചയാണ്. നമ്മൾ ഈ വാഹനം നിർത്തിയതിനടുത്ത് തന്നെ ചെറിയൊരു പുഴയെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു തോട് എന്ന് വേണമെങ്കിൽ പറയാം, ഒഴുകുന്നുണ്ട്. ചെറിയ ചെറിയ മീനുകളെല്ലാം അതിൽ കാണാനായിട്ട് കഴിയും. വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ ചെന്ന് നമുക്ക് ഇരിക്കാനും നടക്കാനൊക്കെ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളെല്ലാം കൊണ്ടുപോകാനും കാണിക്കാനെല്ലാം പറ്റിയത് നല്ലൊരു സ്ഥലമാണിത്. ഞാൻ അവിടെ ചെന്ന് കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ്. കേരളത്തിന്റെ മനോഹരമായ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ കാണാൻ നല്ലതെന്ന് തോന്നുന്ന കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ വീഡിയോകൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഉണ്ട്. അടുത്ത് ഉള്ള പലർക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാണാനായിട്ട് കഴിയില്ല. നമ്മൾ കുറച്ചുള്ളിലേക്ക്, ഈ പാടത്തിൽ കൂടെ കുറച്ചുള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദൂർ പാടശേഖരത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇയാൽ ഭാഗത്തേക്കാണ്. ഇയാൽ പാടം നമുക്ക് കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിൽ പോകുന്ന ബൈപ്പാസിൽ കൂടി നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട തോട്ടില് ഇവിടെ ഒരു തടയണയുണ്ട്. കൃഷിക്ക് ആവശ്യമായി വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു ചെറിയൊരു ബണ്ട്, അതൊന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ആ ബണ്ടിന്റെ കാഴ്ചകളൊന്ന് കാണാം. നഗരങ്ങളിലും ഫ്ലാറ്റുകളിലും എല്ലാം താമസിക്കുന്ന ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കെല്ലാം ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് ഇവിടെ പലതും കാണാനും മനസ്സിലാക്കാനും എല്ലാം ഉണ്ട്. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുപോയപ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഓരോ കാഴ്ചകളും വളരെ അത്ഭുതം ആയിരുന്നു. ഇതിനടുത്ത് തന്നെ ആനകളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. പറഞ്ഞാലൊന്നും അനുസരിക്കാത്തൊരു ആനയാണ്, തുടക്കക്കാരനാണ്, അല്പം കുറുമ്പ് കൂടുതലാണ്. ഞങ്ങളവിടെ കണ്ടപ്പോൾ പലവട്ടം ആന എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പപ്പന്മാരുടെ നിർദ്ദേശം
അനുസരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ ആന ആശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ആനയെ കുളിപ്പിക്കുന്ന സീനായിരുന്നു. പക്ഷേ എങ്കിലും സാധാരണ ആനകളെ പോലെ അടങ്ങി കിടന്ന് കുളിക്കാനായിട്ട് അല്പം വിഷമം തോന്നി. ഇത് ആനയെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചപ്പോൾ വീണ്ടും ഇയാൾ ഭാഗത്തുള്ള പാടശേഖരങ്ങളുടെ കാഴ്ച വീണ്ടും ഒന്ന് കാണുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇനി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. കേരളത്തിൻ്റെ മനോഹരമായ അല്പം കാഴ്ചകൾ നിങ്ങൾക്ക് കാഴ്ചവെച്ച ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഞാനിവിടെ നിർത്തട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.